സർക്കാർ ജീവനക്കാരുടെ ലീവ് സറണ്ടർ പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ് വി ഡി സതീശൻ സർക്കാർ. ലീവ് സറണ്ടർ വെട്ടിച്ചുരുക്കുകയോ നിർത്തലാക്കുകയോ ആണ് ഇതുവരെ അധികാരത്തിൽ വന്നിട്ടുള്ള UDF സർക്കാരുകൾ ചെയ്തിട്ടുള്ളത്. ഇതിനെതിരെ സർക്കാർ ജീവനക്കാരുടെ വലിയ സമരങ്ങളാണ് ആ കാലഘട്ടത്തിലൊക്കെയും കേരളം സാക്ഷ്യം വഹിച്ചത്. ലീവ് സറണ്ടർ എന്ന ജീവനക്കാരുടെ അവകാശത്തോട് മുഖം തിരിക്കുന്ന നിലപാടാണ് വി ഡി സതീശൻ സർക്കാർ സ്വീകരിക്കുന്നത്. ഒരു വർഷം 30 ഏണ്ട് ലീവ് സറണ്ടർ ചെയ്യാൻ അനുവാദമുള്ള ഒരേ ഒരു സംസ്ഥാനമായിരുന്നു 2 മാസം മുൻപ് വരെ കേരളം. എന്നാൽ ഇനി മുതൽ ലീവ് സറണ്ടർ കൊടുക്കേണ്ടതില്ല എന്ന ഉത്തരവ് UDF സർക്കാർ ഒപ്പുവെച്ചതോടെയാണ് ജീവനക്കാർ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ജൂൺ 11 ഇറക്കിയ ഉത്തരവിലൂടെ ഇന്ന് തുച്ഛവരുമാനക്കാരായ താഴ്ന്ന വിഭാഗം ജീവനക്കാർക്ക് പോലും ലീവ് സറണ്ടർ ലഭിക്കാത്ത അവസ്ഥയാണ്. ഇതിനെ വി ഡി സതീശൻ സർക്കാരിന്റെ നിലപാടായി മാത്രം കാണാനാവില്ല. സംസ്ഥാനത്ത് UDF സർക്കാരുകൾ അധികാരത്തിലിരുന്ന കാലഘട്ടത്തിലൊക്കെയും സമാനമായ നിലപാടാണ് സർക്കാർ ജീവനക്കാരുടെ ലീവ് സറണ്ടറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെയും സ്വീകരിച്ചത്. 1983 കെ കരുണാകരൻ സർക്കാർ ഏകപക്ഷീയമായി ലീവ് സറണ്ടർ മരവിപ്പിച്ച് ഉത്തരവിറക്കി. അന്ന് 83 ഇതിനെതിരെ ജീവനക്കാർ നടത്തിയ സമര ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചതാണ്. കേരളമെമ്പാടും നടന്ന സമരത്തെ തല്ലിയൊതുക്കാനാണ് അന്ന് കരുണാകരൻ സർക്കാർ ശ്രമിച്ചത്. എന്നാൽ പിന്നീട് 1987 അധികാരത്തിൽ വന്ന EK നായനാർ സർക്കാരാണ് ജീവനക്കാരോട് അനുകമ്പാപൂർവ്വം നിലപാടെടുത്തത്. 45 ദിവസം വരെ ലീവ് സറണ്ടർ ചെയ്യാൻ നായനാർ സർക്കാർ ഉത്തരവിറക്കി. പിന്നീട് 1992 വീണ്ടും അധികാരത്തിലെത്തിയ കെ കരുണാകരൻ 1983 സ്വീകരിച്ച അതേ നിലപാട് തുടർന്നു. ജീവനക്കാരുടെ ലീവ് സറണ്ടർ 15 വെട്ടിക്കുറച്ചു. പിന്നീട് 2002 AK ആന്റണി സർക്കാർ ലീവ് സറണ്ടർ പൂർണ്ണമായി നിർത്തലാക്കി. ഈ വസ്തുതകൾ ലീവ് സറണ്ടറിനോടുള്ള UDF സർക്കാരുകളുടെ എക്കാലത്തെയും സമീപനം വ്യക്തമാക്കുന്നതാണ്. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ അധികാരത്തിലുള്ള വി ഡി സതീശൻ സർക്കാരും സ്വീകരിക്കുന്ന നിലപാട്. എന്നാൽ ഇതിന് വിപരീതമായ നിലപാടാണ് പിണറായി വിജയൻ സർക്കാരുകളടക്കം മറ്റ് LDF സർക്കാരുകൾ സ്വീകരിച്ചത്. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടടക്കം എന്ത് പ്രതിസന്ധി വന്നാലും ലീവ് സറണ്ടർ അടക്കമുള്ള ഒരു ആനുകൂല്യങ്ങളും നിഷേധിക്കില്ലെന്നും അത് നൽകുമെന്നും പിണറായി സർക്കാർ പ്രഖ്യാപിച്ചു. ഇക്കാലമത്രയും ലീവ് സറണ്ടർ എന്ന ആനുകൂല്യം സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. ജീവനക്കാരോട് സർക്കാർ കാണിക്കുന്ന ഉദാസീനതയ്ക്കെതിരെ ഭരണാനുകൂല സംഘടനകളും ഇപ്പോൾ മൗനം പാലിക്കുന്നുവെന്ന പരാതിയാണ് ജീവനക്കാർക്കുള്ളത്. വി ഡി സതീശൻ വന്നാൽ വിസ്മയമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച UDFനെ അനുകൂലിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് പോലും സർക്കാരിന്റെ നിലപാടിൽ കടുത്ത അതൃപ്തിയും നിരാശയുമാണുള്ളത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.